ജാമിയ മിലിയ ഇസ്ലാമിയയിലാണ് നിങ്ങൾ ഡിഗ്രി പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ് CUET എക്സാമിനേഷൻ വഴിയാണോ ജാമിയ അഡ്മിഷൻ സ്വീകരിക്കുന്നത്, അതല്ല ജാമിയ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻ മുഖേനയാണോ അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം ജാമിയയിലെ മുഴുവൻ കോഴ്സസും CUET വഴിയല്ല കണ്ടക്ട് ചെയ്യുന്നത്, മറിച്ച് ജാമിയ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻ മുഖേനയാണ്. പക്ഷേ ചില കോഴ്സുകൾ ജാമിയ CUET എക്സാമിനേഷൻ വഴിയാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ജാമിയന്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് admission.jma.ac.in എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്നുള്ളത്. അവിടെ സ്കോർ ഓഫ് CUET 2027 നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് ഓഫ് പ്രോഗ്രാം അഡ്മിഷൻ ത്രൂ സ്കോർ ഓഫ് CUET 2026 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CUET മുഖാന്തരം ജാമിയ അഡ്മിഷൻ സ്വീകരിക്കുന്ന കോഴ്സുകളുടെ ഒരു ലിസ്റ്റാണ്. കഴിഞ്ഞ വർഷവും ഇതേ കോഴ്സുകൾ തന്നെയാണ് CUET എക്സാമിനേഷൻ മുഖേന സ്വീകരിച്ചിട്ടുള്ളത്. അതായത് BA ഹോണേഴ്സ് ടർക്കിഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BA ഹോണേഴ്സ് ഫ്രഞ്ച് ആൻഡ് ഫ്രാങ്കോഫോൺ, BA ഹോണേഴ്സ് സ്പാനിഷ് ആൻഡ് ലാറ്റിൻ അമേരിക്കൻ, അതുപോലെ തന്നെ BA ഹോണേഴ്സ് ഹിന്ദി, BA ഹോണേഴ്സ് ഉറുദു, BA ഹോണേഴ്സ് കൊറിയൻ ലാംഗ്വേജ്, BSc ഹോണേഴ്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ജാമിയ CUET വഴിയാണ് അഡ്മിഷൻ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ BSc മൾട്ടി ഡിസിപ്ലിനറി, അതായത് BSc ജനറൽ എന്ന് പറയാൻ പറ്റുന്ന ഫിസിക്സും കെമിസ്ട്രിയും മിക്സ്ഡ് ആയിട്ടുള്ള BSc മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്ന കോഴ്സും ജാമിയ CUET എക്സാമിനേഷൻ വഴിയാണ് അഡ്മിഷൻ സ്വീകരിക്കുന്നത്. ഈ കോഴ്സുകൾ കൂടാതെ, ഈ 8 ഡിഗ്രി പ്രോഗ്രാമുകൾ കൂടാതെ മറ്റു ഡിപ്ലോമ പ്രോഗ്രാമുകളും അഡ്വാൻസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാമുകളും അതുപോലെ മറ്റു PG കോഴ്സസുമാണ് ജാമിയ CUET എക്സാമിനേഷൻ വഴി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. കഴിഞ്ഞ വർഷത്തെ NIRF റാങ്കിങ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ നോക്കുന്ന സമയത്ത് 4ാം സ്ഥാനത്താണ് ജാമിയ കിടക്കുന്നത്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഇവിടെ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതുപോലെ തന്നെ JNU, മണിപ്പാൽ അക്കാഡമി, അതുപോലെ തന്നെ ജാമിയ മിലിയ ഇസ്ലാമിയ കഴിഞ്ഞിട്ടാണ് ഡൽഹി യൂണിവേഴ്സിറ്റി വരെ കഴിഞ്ഞ വർഷം NIRF റാങ്കിങ്ങിൽ വരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. ഡൽഹിയിലെ ഓക്ല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മുഹമ്മദ് അലി ജൗഹർ മാർഗ് റോഡിൽ 23 ഗേറ്റുകളിലായി 250 ഏക്കറുകൾ ഒരേ കോമ്പൗണ്ടിനകത്ത് തന്നെ റീഡിംഗ് റൂമും ലൈബ്രറിയും ക്ലാസ് റൂമുകളും ലാബുകളും സ്പോർട്സ് കോംപ്ലക്സും ജിംനേഷ്യം തുടങ്ങി ബാങ്കിങ് ഫെസിലിറ്റിയും ATM-ഉം അതുപോലെ തന്നെ ഡെന്റിസ്ട്രിയും അങ്ങനെ നിരവധിയായിട്ടുള്ള സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ ഷാറൂഖ് ഖാനും അതുപോലെ തന്നെ സെവാഗ് അടക്കമുള്ള ദാനിഷ് സിദ്ദീഖി അടക്കമുള്ള ഒരുപാട് അലുമിനീസ് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. നമ്മുടെ മുൻപത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സാക്കിർ ഹുസൈൻ, അതുപോലെ തന്നെ മൗലാന അബുൽ കലാം ആസാദ്, അതുപോലെ രാഷ്ട്രപിതാവായിട്ടുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തുടങ്ങിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിലോട്ട് നേരിട്ട് ചെന്നിറങ്ങിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത്രയും പ്രാധാന്യമുള്ള ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജാമിയ CUET വഴിയല്ലാതെ മറ്റു ജാമിയ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷൻ വഴി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കോഴ്സുകളുടെ ഒരു ലിസ്റ്റും കൂടെ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. CUET മുഖാന്തരം അല്ലാത്ത ബാക്കിയുള്ള മുഴുവൻ കോഴ്സുകളും ജാമിയ തന്നെ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻ മുഖേനയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസിൽ പേജ് 39 പോകുന്ന സമയത്ത് അതും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷം പല കോഴ്സുകൾക്കും എന്തുണ്ടായിരുന്നു, കേരളത്തിലും സെൻറ്റർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തൊട്ട് ആദ്യമായിട്ട് BA ഹോണേഴ്സ് ഹിസ്റ്ററി, അതുപോലെ തന്നെ BA ഹോണേഴ്സ് അറബിക്, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ BSc ബയോസയൻസസ്, അതുപോലെ BBA, BCom, സെൽഫ് ഫൈനാൻസ്ഡ് പ്രോഗ്രാംസ്, അതുപോലെ BA LLB, BSc ഹോണേഴ്സ് കെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകൾക്ക്, പിന്നെ BSc ബയോടെക്നോളജി, BSc ഹോണേഴ്സ് ഫിസിക്സ് പോലെയുള്ള പ്രോഗ്രാമുകൾക്ക് ജാമിയ കഴിഞ്ഞ വർഷം സെപ്പറേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ കോഴിക്കോടും കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ ഡൽഹിയിൽ പോയിട്ടാണ് ജാമിയൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാറുള്ളത്. പക്ഷേ ഈ ഡിഗ്രി കോഴ്സുകൾക്ക് കഴിഞ്ഞ വർഷം കേരളത്തിൽ സെൻറ്റർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ജാമിയ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ admission.jma.ac.in/entrance-result/university result എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ പ്രോഗ്രാം, അത് ബാച്ചിലേഴ്സ് കൊടുക്കുക, ഏതാണോ കോഴ്സ് എന്നുള്ളത് ആ കോഴ്സും കൂടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ആയിട്ട് ജാമിയ കണ്ടക്ട് ചെയ്യുന്ന എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിഞ്ഞ വർഷം സിലബസിൻ്റെ വെബ്സൈറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് യു ക്യാൻ അപ്ലൈ എന്ന് പറയുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആയിരുന്നു. അത് മാറിപ്പോവരുത്. ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ്, admission.jma.ac.in എന്നുള്ളതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഏതൊക്കെ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് ജാമിയ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ബ്രോഷർ കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസ് റെഫർ ചെയ്താലും മതി. ഈ വർഷത്തെ ഔട്ട് ചെയ്യണത്ര കഴിഞ്ഞ വർഷവും ഇതേ പ്രോഗ്രാംസ് തന്നെയാണ് എന്താക്കിയത്, ജാമിയ CUET വഴി അഡ്മിഷൻ സ്വീകരിച്ചത്. ഇനി ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ജാമിയ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് തിരിച്ചുകൊണ്ട് ഇവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഏതൊക്കെ കോഴ്സസ് ആണ് ഉള്ളത്, പേജ് നമ്പർ 24 പോകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ജാമിയ മില്ലിയ ഇസ്ലാമിയ പോലെയുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സ്വപ്നം കാണുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ആയിട്ട് CUETൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. സോ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.